നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. ബ്രഹ്മയുഗം എന്ന സിനിമയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞ ദിവസം നടന്നു. അതിനകത്ത് കയ്യടി മേടിച്ച അല്ലെങ്കിൽ കയ്യടി നേടിയ ഒരു മുഹൂർത്തം ഉണ്ടായിരുന്നു അതിനകത്ത്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ മീഡിയയിലെ ഒരു പയ്യൻ ചോദിച്ച ചോദ്യത്തിന് ഗംഭീരമായൊരു ഉത്തരമാണ് മമ്മൂട്ടി പറഞ്ഞത്. അതാണ് നമുക്കും ഈ പറഞ്ഞ പോലെ നമുക്കും അത് കാണുമ്പോൾ നമുക്കും കൈയടിക്കാൻ തോന്നും. ആ രീതിയിലൊരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. വേറൊന്നുമല്ല, എല്ലാ കാലഘട്ടത്തിലും അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ് മീഡിയയിൽ അദ്ദേഹം ചോദിച്ചത്. അതിൻ്റെ ഉത്തരം പറഞ്ഞ മമ്മൂട്ടി ഇങ്ങനെയാണ്. കാരണം നിങ്ങളുണ്ടെങ്കിൽ, പ്രേക്ഷകർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പരീക്ഷണത്തിനും ഞാൻ തയ്യാറാണ്, എന്ത് വിട്ടുവീഴ്ചയും. സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് മൊത്തം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. സിനിമയ്ക്ക് വേണ്ടി, എനിക്ക് ഇതെല്ലാം വേറൊരു ജോലി അറിയില്ല, സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ശ്വാസം മൊത്തം സിനിമയാണ്. ആ രീതിയിൽ നിങ്ങൾ പ്രേക്ഷകർ കൂടെ ഉണ്ടായാൽ മതി, ഏത് പരീക്ഷണത്തിനും ഞാൻ പൂർണ്ണമായും തയ്യാറാണ് എന്ന് പറയുന്നിടത്ത് നമുക്ക് ആ നടനെ 100% ഇഷ്ടപ്പെട്ടു പോകും. അത് ഇപ്പം മമ്മൂട്ടിയായാലും മോഹൻലാലൊക്കെ അവരുടെ ഡെഡിക്കേഷൻ്റെ കാര്യത്തിൽ 100% ആണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ ഇവരിലെ നട്ടല് പോലെ, ഇങ്ങനെ ബാക്ക് ബോൺ പോലെ അവർ നിൽക്കാനുള്ള കാരണം അതാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടി സിനിമ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മൊത്തം. എനിക്കൊന്നും വേറെ ഒന്നുമില്ല. അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ മൊത്തം അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതാണ്: സിനിമ അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല, വേറൊരു ജോലിയോട് ഒരു താല്പര്യമില്ല, ബിസിനസ്സിലൊക്കെ ഉണ്ട്. പക്ഷേ സിനിമയാണ് ഔട്ട് ആൻഡ് ഔട്ട് 100% സിനിമ എന്ന് പറയുന്നൊരു മോഹം. അന്നേരം എല്ലാവരും തയ്യാറാണെങ്കിൽ, എല്ലാ പ്രേക്ഷകരും തയ്യാറാണെങ്കിൽ ഇനിയും ഒരുപാട്, അതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് മമ്മൂട്ടി എന്ന നടൻ പ്രായമോ കാര്യങ്ങളോ ഒന്നും വകവയ്ക്കാതെ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നമുക്കും പ്രതീക്ഷിക്കാം ഇനി ഒരുപാട് ഗംഭീര സിനിമകൾ, കോടികൾ അമ്മാനമാടുന്ന സിനിമകളെന്നല്ല, ബോക്സ് ഓഫീസ് ക്ലിക്കും ഫസ്റ്റും സെക്കൻഡും ആകുന്ന സിനിമകളെന്നല്ല പറയുന്നത്. പക്ഷേ ഗംഭീര അഭിനയ പ്രകടനം തികവാകുന്ന സിനിമകൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഗംഭീര സിനിമകൾ ഉണ്ടാകട്ടെ, അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുക്കട്ടെ. നല്ല സിനിമകൾ മമ്മൂട്ടിയിൽ നിന്നും മോഹൻലാലിൽ നിന്നും രണ്ടുപേരിൽ നിന്നും എല്ലാവരിൽ നിന്നും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ചും സീനിയർ ആക്ടേഴ്സ് അല്ലേ ഇവർ, ലോകം മൊത്തം അറിയപ്പെടുന്ന 2 മഹാരഥന്മാരിൽ നിന്നുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.